ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ പറ്റിയാണല്ലോ നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ പുനരുദ്ധാനത്തിന് രണ്ട് പ്രധാന തെളിവുകൾ ഉണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കുവയ്ക്കുകയുണ്ടായി. ഒന്ന് ശൂന്യമായ കല്ലറയും, രണ്ടാമത്തേത് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പത്രോസിന് വെളിപ്പെടുത്തുന്നുണ്ട്, തോമായ്ക്ക് വെളിപ്പെടുത്തുന്നുണ്ട്, ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരുമിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. കൂടാതെ 500-ലധികം പേർക്ക് ഒരേ സമയത്ത് പുതിയതിനായി ഈശോ പ്രത്യക്ഷപ്പെട്ടെന്നും പൗലോസിന്റെ വിവരണം നമ്മൾ ഓർക്കുന്നുണ്ടാകും. അതുപോലെ ഉയർത്തെഴുന്നേറ്റ ഈശോയെ കണ്ടപ്പോൾ അത് ഭൂതമാണോ എന്ന് കരുതി ശിഷ്യന്മാർ സംശയിക്കുമ്പോൾ കർത്താവിടെ മുൻപിൽ വെച്ച് ഭക്ഷണം കഴിച്ച് അവിടുന്ന് ശരീരത്തിൽ തന്നെയാണ് സന്നിഹിതനായിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെ കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ നമ്മൾ വായിച്ചു. പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 639 ഖണ്ഡികയിൽ പറഞ്ഞത്, ക്രിസ്തുവിന്റെ പുനരുത്ഥാന രഹസ്യം ഒരു യഥാർത്ഥ സംഭവമാണ്. അതിന്റെ ആവിഷ്കരണങ്ങൾ പുതിയ നിയമം സാക്ഷ്യം വഹിക്കുന്നത് പോലെ ചരിത്രപരമായി തെളിയിച്ചിട്ടുള്ളതാണ്. അതേസമയം തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ കൂട്ടത്തിൽ പറയുകയുണ്ടായത് കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം 656 ഖണ്ഡികയിൽ നിന്നാണ്. ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന് ദൈവത്തിന്റെ മഹത്വത്തിലേക്കുണ്ടായ പ്രവേശനം എന്ന നിലയിൽ ഈ സംഭവം നിഗൂഢാത്മകമായ വിധത്തിൽ സർവാതിശായിയാണ്. അപ്പൊ ചരിത്ര സംഭവമാണെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം, അതേസമയം ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന് ദൈവത്തിന്റെ മഹത്വത്തിലേക്കുണ്ടായ പ്രവേശനം, സന്താനം എന്ന നിലയിൽ ഈ സംഭവം നിഗൂഢാത്മകമായ വിധത്തിൽ സർവാതിശായിയാണ്. അക്കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം, അതും CCC 647 ഉദ്ധരണിയാണ്. യേശുവിന്റെ ഉദ്ധാന ശേഷമുള്ള പ്രത്യക്ഷപ്പെടലുകൾ വിവരണത്താൽ സമൃദ്ധമാണ് പുതിയ നിയമ ലിഖിതങ്ങളെങ്കിലും ഒരുവനും ഉദ്ധാന സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്നില്ല. ഒരു സുവിശേഷം അത് വിവരിക്കുന്നുമില്ല. ശാരീരികമായി അത് എങ്ങനെ സംഭവിച്ചുവെന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല. അതിനൊരു കാരണം, മനോഹരമായ വളരെ നമുക്ക് പെട്ടെന്ന് ബോധ്യം ജനിക്കുന്നൊരു കാരണം ബെനഡിക്ട് പാപ്പായാണ് തന്റെ ജീസസ് ഓഫ് നാസറത്ത് എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണുകയുണ്ടായി. ബെനഡിക്ട് പാപ്പായുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ദൈവപിതാവും യേശുവും തമ്മിലുള്ള ദൈവിക രഹസ്യത്തിൽ നടക്കുന്ന ഒരു സംഭവമാണിത്. ദൈവപിതാവും യേശുവും തമ്മിലുള്ള ദൈവിക രഹസ്യത്തിൽ നടക്കുന്ന ഒരു സംഭവമാണിത്. ദിവ്യരഹസ്യത്തിന്റെ ഉള്ളറയിൽ നടന്ന സംഭവമാണ് ഉത്ഥാനം. അതിനാൽ തന്നെ അത് നിർവചനാതീതമാണ്. അതിന്റെ സ്വഭാവത്താൽ തന്നെ അത് മാനുഷിക അനുഭവത്തിന്റെ പരിധിക്ക് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ പുനരുദ്ധാനം ദൃക്സാക്ഷികൾ ആരുമില്ല. എങ്ങനെയായിരിക്കും ഉയർത്തത് എന്നതിനെപ്പറ്റി വിവരണങ്ങളുമില്ല. അതിന് കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണത്. ദൈവപിതാവും യേശുവും തമ്മിലുള്ള ദൈവിക രഹസ്യത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഉത്ഥാനം. ആ ദിവ്യരഹസ്യത്തിന് ഉള്ളറയിൽ നടന്നതാണത്. അതിനാൽ തന്നെ അത് നിർവചനാതീതമാണ്. അതിന്റെ സ്വഭാവത്താൽ തന്നെ അത് മാനുഷിക അനുഭവത്തിന്റെ പരിധിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ആ കർത്താവ് ഉയർത്ത സമയത്ത് ആരും ദൃക്സാക്ഷികളായിരുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ഉയർത്ത കർത്താവിനെ ഒന്നിലേറെ തവണ പലരും കാണുകയും ആ ഉയർത്ത കർത്താവുമായി സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയും അവിടുത്തെ സ്പർശിച്ചു നോക്കുകയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഉദ്ധാനത്തെ ഒരു തരത്തിലും സംശയിക്കേണ്ട ആവശ്യമില്ല എന്ന കാര്യം പറഞ്ഞ് കഴിഞ്ഞ ദിവസം ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. ഇനി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് യേശുവിന്റെ ഉദ്ധാന സത്യാവസ്ഥയാണ് എന്നുള്ളതിന് മറ്റു ചില കാരണങ്ങൾ. ഒഴിഞ്ഞ കല്ലറയും കർത്താവിന്റെ പ്രത്യക്ഷീകരണവുമാണ് പ്രധാനമായി യേശുവിന്റെ ഉദ്ധാനത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നതെങ്കിലും വേറെ ചില കാരണങ്ങൾ കൂടെ ശ്രദ്ധേയമാണ്. വേറെ ചില കാരണങ്ങൾ 5 കാരണങ്ങളാണ് പറയാൻ പോകുന്നത്. യേശുവിന്റെ ഉദ്ധാനം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് കെട്ടുകഥയല്ല. ശിഷ്യന്മാര് ചമച്ചുണ്ടാക്കിയ ഒരു
ഊഹാപോഹമല്ല, അത് യാഥാർത്ഥ്യമാണ് എന്നതിന് ഉള്ള ചില തെളിവുകൾ അല്ലെങ്കിൽ ചില സൂചനകൾ പറയുകയാണ്. ഒന്നാമതായിട്ട് പറയുന്നത് ഈ കർത്തൃദിന ആചരണമാണ്. അതായത് പുറപ്പാട് പുസ്തകത്തിൽ ദൈവമായ കർത്താവ് കൽപ്പിച്ചത്, ദൈവത്തിന് കൽപ്പന ശനിയാഴ്ച ആചരിക്കണമെന്നായിരുന്നു. സാബത്ത് ശനിയാഴ്ച ആചരിക്കണം, ദൈവകൽപ്പനയാണ്. അപ്പം അത് അല്ല, പഴയ നിയമ പാരമ്പര്യം അങ്ങനെയാണ്. അത് മാറ്റി കർത്താവ് സാബത്ത് എന്ന വാക്ക് തന്നെ മാറ്റിയിട്ട് കർത്തൃദിനം എന്ന ആഘോഷമാക്കി അത് മാറ്റി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശനിയാഴ്ച സാബത്തിനെ ഞായറാഴ്ചയുള്ള കർത്തൃദിനം റീപ്ലേസ് ചെയ്തു. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഞായറാഴ്ചയിൽ അസാധാരണമായ എന്തോ സംഭവിക്കണം. അത് ബെനഡിക്ട് പാപ്പായുടെ ഒരു വിശദീകരണമാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സൃഷ്ടി വിവരണത്തിന്റെയും ദൈവപ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ പഴയ നിയമ പാരമ്പര്യം സാബത്ത് ആചരണത്തിന് കൊടുത്ത അപാരമായ പ്രാധാന്യം പരിഗണിച്ചാൽ ആഴ്ചയുടെ അവസാനത്തുള്ള സാബത്ത് ശനിയാഴ്ച ഉപേക്ഷിച്ച് അതിന്റെ സ്ഥാനത്ത് ആഴ്ചയുടെ ആദ്യ ദിവസത്തെ ഞായറാഴ്ചയെ പ്രതിഷ്ഠിക്കണമെങ്കിൽ അത്യസാധാരണമായ സ്വാധീനം ചെലുത്താവുന്ന ഒരു സംഭവം നടന്നിരിക്കണം എന്ന് സമ്മതിക്കേണ്ടി വരും. ആത്മാവിൽ മായാത്ത മുദ്ര പതിക്കുന്ന ഒരു സംഭവത്തിന് മാത്രമേ ശനിയാഴ്ചയുടെ മതസംസ്കാരം മുഴുവൻ ആഴത്തിൽ പൊളിച്ചെഴുതാൻ മാത്രം കെൽപ്പുള്ളതാകൂ. വെറുമൊരു ദൈവശാസ്ത്ര നിഗമനത്തിന് സാധിക്കുമോ? ക്രിസ്തീയ സമുദായത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ കാണുന്ന കർത്താവിന്റെ ദിനത്തിന്റെ ആചരണം ആ ദിവസം എന്തോ അത്യസാധാരണമായത് സംഭവിച്ചതിന്റെ തീർച്ചയായ തെളിവാണെന്ന് എനിക്ക് തോന്നുന്നു. അന്നാണ് ശൂന്യമായ കല്ലറ കണ്ടെത്തിയതും ഉദ്ധിതനായ കർത്താവുമായി കൂടിക്കാഴ്ച നടന്നതും. ഒരു നല്ലൊരു ആർഗ്യുമെന്റ് ആണത്. ഒഴിഞ്ഞ കല്ലറയും ക്രിസ്തുവിന്റെ പ്രത്യക്ഷീകരണങ്ങളാണ് പ്രധാനപ്പെട്ട തെളിവുകൾ. എന്നാൽ അതേസമയം തന്നെ ഇങ്ങനെ ചില കാര്യം കൂടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. നൂറ്റാണ്ടുകളായി യഹൂദന്മാരുടെ പാരമ്പര്യവും ദൈവകൽപ്പനയും അനുസരിച്ച് ശനിയാഴ്ച ആചരിച്ചിരുന്ന ആ പ്രത്യേക വിശുദ്ധ ദിനം ദൈവത്തെ ആദരിക്കാൻ വേണ്ടിയാണ് ആ നിയമം കൊടുത്തത്. ദൈവത്തെ ആദരിക്കാൻ ഒരു പ്രത്യേക ദിവസം മാറ്റിവെക്കണം, അത് ശനിയാഴ്ച ആയിരിക്കണം എന്നതായിരുന്നു കൽപ്പന, എന്നതായിരുന്നു പാരമ്പര്യവും. അത് ഈ ഞായറാഴ്ചയിലേക്ക് മാറ്റണമെങ്കിൽ അത്ര വലിയ ഒരു അത്യസാധാരണമായ സ്വാധീനം ചെലുത്താവുന്ന ഒരു സംഭവം ഞായറാഴ്ച നടന്നേ പറ്റൂ. അത് കർത്താവിന്റെ ഉത്ഥാനം തന്നെയാണ്. കർത്താവിന്റെ ഉത്ഥാനം അത്രമാത്രം ആദിമസഭയിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ ഉത്ഥാനം അത്ര പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, ആദ്യത്തെ ക്രൈസ്തവരെല്ലാവരും യഹൂദ മതത്തിൽ നിന്ന് വന്നിട്ടുള്ളവരായിരുന്നു. ആദ്യത്തെ ക്രൈസ്തവരെല്ലാം യഹൂദ മതത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ടവരായിരുന്നു. അപ്പൊ അവരുടെ പാരമ്പര്യം മാറ്റി ഞായറാഴ്ച ആചരിക്കാൻ, കർത്താവിന്റെ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം, അസാധാരണ സംഭവം നടന്നിട്ടുണ്ടായിരിക്കണം എന്ന് നമുക്ക് ഊഹിക്കണമെന്നാണ് ബെനഡിക്ട് പാപ്പ വാദിക്കുന്നത്. രണ്ടാമത്തെ കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ സത്യാവസ്ഥയ്ക്ക് രണ്ടാമതായി എടുത്തു പറയുന്നത് ഈ ഉത്ഥാനത്തെ പറ്റി ഉള്ള വിവരണങ്ങളിൽ ചില വൈരുദ്ധ്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഓരോ സുവിശേഷകന്മാരുടെയും വിവരണത്തിൽ പൊതുവായ ചില കാര്യങ്ങളുണ്ടെങ്കിലും ചില വിശദാംശങ്ങൾ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അത് കൽപ്പിച്ചുകൂട്ടി ഉണ്ടാക്കിയ കഥയായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുകയില്ലായിരുന്നു എന്നാണ് വാദിക്കുന്നത്. വിവരങ്ങൾ അത്ര ചാരുതയോടെ രൂപശില്പത്തോടെ രചിക്കപ്പെട്ടതില്ല എന്നത് തന്നെ അവയുടെ നിജസ്ഥിതിക്ക് തെളിവാണ്. ഒട്ടും കൗശലം കലരാത്ത വിവരണമാണ് അവയെന്ന് ഉറപ്പിക്കാൻ അത് മതിയായ കാരണമാണ്. വിവിധ സുവിശേഷകന്മാരുടെ ഉദ്ധാന വിവരണങ്ങൾ തമ്മിലും വ്യത്യാസങ്ങളുണ്ട്. ശൂന്യമായ കല്ലറയിൽ വെച്ച് സ്ത്രീകൾക്ക് ബുദ്ധിതനായ കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന രംഗത്തിന് പുറമെ ഗലീലിൽ വെച്ച് 11 പേർക്ക് പ്രത്യക്ഷപ്പെടുന്ന മറ്റൊരു കഥ മാത്രം മത്തായി വർണ്ണിച്ചിട്ടുള്ളൂ. ലൂക്കായാകട്ടെ ജെറുസലേമിലെ പാരമ്പര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. യോഹന്നാൻ ഗലീലിലെയും ജെറുസലേമിലെയും പ്രത്യക്ഷപ്പെടലുകൾ വിവരിക്കുന്നുണ്ട്. കൃത്രിമത്വം ഒട്ടുമില്ലാത്തതാണ് ഉത്ഥാന വിവരണങ്ങളെന്ന് ഇത് വ്യക്തമാക്കുന്നു. അപ്പോ പ്ലാൻ ചെയ്ത് ആണ് ഈ കഥ ഉണ്ടാക്കി എഴുതിയായിരുന്നെങ്കിൽ 4 പേരും വ്യത്യസ്തമായ രീതിയിൽ എഴുതുകയില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു കോമൺ സെൻസ് ആണിത്.
ഇനി മൂന്നാമത്തെ, അത് വളരെ പ്രധാനപ്പെട്ടത് ഈ പറയാൻ പോകുന്നത്, ഇച്ചിരി ശ്രദ്ധിച്ചെങ്കിലും മനസ്സിലാകുള്ളൂ. മൂന്നാമത്തെ ഒരു സൂചന, ആദിമസഭയിൽ രൂപം കൊണ്ട സുവിശേഷ രൂപം കൊണ്ട വിശ്വാസ പ്രഘോഷണ സൂക്തങ്ങൾ എന്നതിന് പറയുന്നത്. വിശ്വാസ പ്രഘോഷണ സൂക്തങ്ങൾ, അതായത് വളരെ ചെറിയ വളരെ ചുരുക്കിയ വാക്കുകളിൽ സർവപ്രധാനമായ ചില വിശ്വാസ രഹസ്യങ്ങൾ ഇങ്ങനെ ഒരു ചൊല്ലുപോലെ, അല്ലെങ്കിൽ ഒരു ഈരടി പാട്ട് പാടി പറയുന്നില്ലേ, അതുപോലെ ഇങ്ങനെ പറയുക. അതൊരു ഒരു 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 ഫ്രേസ് പോലെ ആയിത്തീരുക. ക്രൈസ്തവ പാരമ്പര്യത്തിൽ സർവപ്രധാനമായ വിശ്വാസ രഹസ്യങ്ങൾ ഒരു ചെറിയ ഫ്രേസ് പോലെ പറയാറുണ്ട്. ഇങ്ങനെ കൊടുക്കുമ്പോൾ സുഹൃദേവം എന്നൊക്കെ പറയല്ലേ പണ്ടത്, സുഹൃദേവൻ ചൊല്ലുക. അതുപോലെ ഉദാഹരണം പറയുകയാണെങ്കിൽ അതിന് ഒരു വിശദീകരണം ഇങ്ങനെയാ: ചരിത്രത്തിൽ സംഭവിച്ചതിന്റെ സത്ത് മാത്രം ആവിഷ്കരിച്ചുകൊണ്ട് മൗലിക പ്രമാണങ്ങൾ ചെറുവാക്യങ്ങൾ സ്ഫടികവൽക്കരിക്കുകയാണ് വിശ്വാസ പ്രഘോഷണ പാരമ്പര്യം ചെയ്യുന്നത്. എന്നൂടെ പറയാം: ചരിത്രത്തിൽ സംഭവിച്ചതിന്റെ സത്ത് മാത്രം ആവിഷ്കരിച്ചുകൊണ്ട് മൗലിക പ്രമാണങ്ങൾ ചെറുവാക്യങ്ങൾ സ്ഫടികവൽക്കരിക്കുകയാണ് വിശ്വാസ പ്രഘോഷണം സാരം ചെയ്യുന്നത്. ക്രിസ്തീയ തനിമയുടെയും സ്വത്വത്തിന്റെയും പ്രകാശനമാണിത്. ഒരു ഉദാഹരണം പറയുന്നത്, എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ വഴി വെച്ച് കർത്താവിനെ കണ്ടല്ലോ. കർത്താവാണെന്ന് ആദ്യം മനസ്സിലാകുന്നില്ല അവർക്ക്. പിന്നീട് കർത്താവും അവർ ഒരുമിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അവരുടെ കണ്ണ് തുറക്കുന്നു, കർത്താവിനെ കാണുന്നു. അപ്പൊ തന്നെ ശിഷ്യത്വവും അപ്പസ്തോലിക കൂട്ടായ്മ ഉപേക്ഷിച്ചു പോയ 2 ശിഷ്യന്മാര് തിരിച്ച് ആ രാത്രി തന്നെ ജെറുസലേമിലേക്ക് ഓടുകയാണ്. ജെറുസലേമിലാണ് അപ്പസ്തോലന്മാർ അവര് ആയിരിക്കുന്ന ആ സമയത്ത്. അപ്പൊ അവര് വരുമ്പോ എന്താ ഉണ്ടായത്? അവര് വരുമ്പോൾ അപ്പസ്തോലന്മാര് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇതാണ്: കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു. ലൂക്ക 24:34 രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ 2 ശിഷ്യന്മാർ ഓടിക്കതച്ച് അപ്പസ്തോലന്മാർക്ക് മുറിക്കകത്തേക്ക് കയറി വരുമ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഇതാണ്. അവര് ബാക്കി അപ്പസ്തോലന്മാരെല്ലാം കൂടി ഒരുമിച്ച് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്: കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു. അതൊരു വിശ്വാസ പ്രഘോഷണ സൂക്തം എന്നതിന് പറയുന്നു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സർവപ്രധാനമായ കാര്യം പറയുന്നു. കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് സാരവത്തായ കാര്യം. അതിനൊരു തെളിവായിട്ട് എന്താ പറയുന്നത്? സാക്ഷിയെ പറയുന്നുണ്ട്. ശിമയോന് പ്രത്യക്ഷപ്പെട്ടു. അപ്പോ ആദ്യം തന്നെ സംഭവം പറയുന്നു, ഈശോ ഉയർത്തു എന്ന് പറയുന്നു. പിന്നെ അതിനൊരു തെളിവ് എന്ന വണ്ണം അതിനൊരു ദൃക്സാക്ഷിയുണ്ട്, പത്രോസാണ് എന്ന് പറയുന്നു. അപ്പം കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന വിശ്വാസ പ്രഘോഷണം, അത് ആദിമസഭയിൽ ഇതുപോലെ പല വിശ്വാസ പ്രഘോഷണം ഉണ്ടായിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട വിശ്വാസ പ്രഘോഷണം കർത്താവിന്റെ ഉയർപ്പിനെ പറ്റിയായിരുന്നു. അപ്പൊ അത് സംശയരഹിതമായി അന്നത്തെ വിശ്വാസികളുടെ ഇടയിലെല്ലാം ആഴത്തിൽ അടിയുറച്ച ഒരു ബോധ്യമാണ് ഈ വിശ്വാസ പ്രമാണ സൂക്തമായിട്ട് പറയാറുള്ളത്. അതിൽ ഉയർപ്പെടുത്ത് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് കർത്താവിന്റെ ഉയർപ്പിനെ പറ്റി ആ കാലഘട്ടത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അത് സത്യമായും ഒരു ചരിത്ര യാഥാർത്ഥ്യം തന്നെയായിരുന്നു. അതിന് വിശ്വാസ പ്രമാണ സൂക്തത്തിന് വേറൊരു ഉദാഹരണം പറയുകയാണ്. റോമാലേഖനം 10:9. ഇതും ആദിമസഭയിൽ നിലവിലിരുന്ന ഒരു ഫ്രേസാണ്. ഇങ്ങനെയാണത്: യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവർ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്പെടും. ഇത് റോമാലേഖനം 10:9. ഇത് പൗലോസ്യ ആയിട്ട് പറയുന്നതല്ല. പൗലോസ്യക്ക് മുമ്പ് തന്നെ ആദിമസഭയിൽ പ്രചാരത്തിലിരുന്ന ഒരു വിശ്വാസ പ്രഘോഷണ സൂക്തമാണ്. അതിന്റെ വിഷയം എന്താ? കർത്താവിന്റെ ഉയർപ്പ് തന്നെയാണ്. അവിടെ പറയുന്നത് എന്താണ്? യേശു കർത്താവാണെന്ന് ആദ്യം പറയുന്നു. അത് യേശുവിന്റെ ദൈവത്വത്തിന്റെ സൂചനയാണ്. എന്നിട്ട് അത് യേശു ഉയർത്തെഴുന്നേറ്റെന്നും അവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റെന്ന് യേശു കർത്താവാണെന്ന് പ്രഘോഷിച്ചാൽ അതിന്റെ ഫലം കൂടെ അവിടെ എടുത്തു പറയുന്നത് രക്ഷ കൈവരും. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ യേശുവിന്റെ ഉയർപ്പ് പറയുന്നു,
ഈ കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുന്നു. അതിന് തെളിവായിട്ട് പത്രോസിന് പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് വിശ്വാസ പ്രമാണ സൂക്തത്തിന്റെ ശൈലി. അതാണ് ഇവിടെ ഏതാണ്ട് അതുപോലെ തന്നെയാണ്. യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചവരും ദൈവം ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കാം. അവിടെ യേശുവിന്റെ ഉയർപ്പിനെ പറ്റി സൂചനയുണ്ട്, യേശു ദൈവമാണെന്നുള്ള സൂചനയുണ്ട്. അങ്ങനെ വിശ്വസിച്ചാൽ രക്ഷ കിട്ടും, അതുകൂടെ എടുത്തു പറയുന്നുണ്ട്. ഈ മൂന്നാമത്തെ ഒരു എക്സാമ്പിള്, ഈ വിശ്വാസ പ്രമാണ സൂത്രത്തിന്റെ മൂന്നാമത്തെ എക്സാമ്പിള് 1 കൊരിന്തോസ് 15:3-4 വാക്യങ്ങളാണ്. അത് പൗലോസ്ലീഹായുടെ വാക്കുകളാണ്. ഞാൻ സ്വീകരിച്ചത്, അത് വിശ്വാസ പ്രഘോഷണമാണ്. അതിലും കാതലായ കാര്യം ഉത്ഥാനമാണ് പറയുന്നത്. ഞാൻ സ്വീകരിച്ചത് നിങ്ങൾക്ക് ഞാൻ ഒന്നാമതായി നൽകുന്നു. അതെന്തെന്നാൽ ലിഖിതങ്ങൾ അനുസരിച്ച് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. പൗലോസ് ഇത് പറയുമ്പോൾ പൗലോസിന്റെ ഡമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ ഉണ്ടായ ഉദ്ധാനജ യേശുവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഒരു പശ്ചാത്തലം കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പൗലോസ് പറയുന്നത് പൗലോസായിട്ട് പറയുന്നതല്ല, ഇത് പൗലോസിന് മുമ്പ് തന്നെ നിലവിലിരുന്ന ഒരു പാരമ്പര്യമായിരുന്നു. അതാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ വിശുദ്ധ പാരമ്പര്യത്തെ പറ്റിയുള്ള സൂചനയാണ്. ഞാൻ സ്വീകരിച്ചത് നിങ്ങൾക്ക് ഞാൻ ഒന്നാമതായി നൽകുന്നത് അതെന്തെന്നാൽ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ ക്രിസ്തു വർഷം 30-കളിൽ ജെറുസലേമിൽ രൂപപ്പെടുത്തപ്പെട്ട ഒരു വിശ്വാസ പ്രഘോഷ സൂക്തമാണ് പൗലോസ് പിന്നീട് കൊരിന്തോസ് സഭയ്ക്ക് എഴുതുമ്പോൾ പിന്നെയും 10-20 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് എഴുതുന്നത്. അന്നേരം ഇത് ആ സഭയിലെ വിശ്വാസികൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇനി അപ്പൊ നമ്മളിപ്പോൾ 3 കാരണങ്ങൾ പറഞ്ഞൊന്ന്, ശനിയാഴ്ച കർത്താവിന്റെ ദിനാചരണം ശനിയാഴ്ച മാറ്റി ഞായറാഴ്ച ആക്കിയത്. അതുപോലെ തന്നെ ഉദ്ധാന വിവരണങ്ങൾ, സുവിശേഷങ്ങളിലെ ഉദ്ധാന വിവരണങ്ങളിൽ വന്നിരിക്കുന്ന കാണുന്ന ചില വൈരുദ്ധ്യങ്ങൾ ഉദ്ധാനത്തിന്റെ സത്യാവസ്ഥയിലേക്ക് വിരച്ചുകൊണ്ടുവന്നു. 3-ാമത് നമ്മൾ പറഞ്ഞത് യേശുവിന്റെ ഉദ്ധാനം പ്രഘോഷിക്കുന്ന വിശ്വാസ പ്രഘോഷണ സൂക്തങ്ങൾ സഭയിൽ ഉണ്ടായിരുന്നു. ആ വിശ്വാസ പ്രഘോഷ സൂക്തങ്ങൾ 3 നമ്മൾ പറഞ്ഞു. 3 യേശുവിന്റെ ഉയർപ്പാണ് എടുത്ത് കാണിക്കുന്നത്. അപ്പം അത് അപ്പോസ്തലന്മാരുടെ കാലത്തിന് തുടക്കം മുതൽ തന്നെ സഭയിൽ സംശയരഹിതമായി ബോധ്യപ്പെട്ട കാര്യമായതുകൊണ്ടാണ് അവരുടെ വിശ്വാസ പ്രഘോഷ സൂക്തമായി അത് മാറിയത്. നമ്മളിപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന പോലെ വിശ്വാസ പ്രമാണം നമ്മളാരും തയ്യാറാക്കി പറയുന്നതല്ലോ. ക്രിസ്തുവർഷം 100-ാം ആണ്ടിൽ രൂപപ്പെട്ട സ്ത്രീയന്മാരുടെ വിശ്വാസ പ്രമാണം, 12 ഘടകങ്ങൾ വിശ്വാസ പ്രമാണം, അത് പിന്നെ ഒരിക്കലും മാറ്റം വരുന്നില്ല. അതിൽ എല്ലാ കാര്യവും പറയുന്നുണ്ട്. യേശുവിന് പിതാവായ ദൈവത്തെ പറ്റിയും പുത്രനായ ദൈവത്തെ പറ്റിയും പരിശുദ്ധാത്മാ ദൈവത്തെ പറ്റിയും, പ്ലസ് പുത്രനാം ദൈവത്തെ മനുഷ്യവിതാരം, സഹനം, മരണം, ഉത്ഥാനം, സ്വർഗ്ഗാരോഹണം, 2-ാം വരവ്, ഇതെല്ലാം പറയും. അപ്പൊ അതൊരു ഫോർമുലയാണ്. അതുപോലെയാണ് ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന ഒരു വിശ്വാസ പ്രഘോഷണ സൂക്തം അല്ലെങ്കിൽ ഒരു ഫോർമുല സഭയിൽ നിലനിന്നിരുന്നത് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ നമുക്ക് വായിക്കാൻ പറ്റുന്നത്. ഇപ്പം അതും കർത്താവിന്റെ ഉയർപ്പ് എന്റെ സത്യാവസ്ഥയിലേക്ക് വ്യക്തമായി വിരച്ചുകൊണ്ടുകയാണ്. നാലാമതായിട്ട് കാര്യം പറയാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതായത് ഉത്ഥാനത്തെ പറ്റി പ്രതീക്ഷ ഇല്ലാതിരുന്ന അപ്പോസ്തലന്മാർ തന്നെയാണ് യേശുവിന്റെ ഉത്ഥാനം വലിയ ശക്തിയോടെ അതിന് സാക്ഷ്യം വഹിച്ചിരുന്നത്. കർത്താവ് പീഡയേറ്റ് മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നല്ലോ താബോറിൽ വെച്ചുണ്ടായ രൂപാന്തരീകരണം. അപ്പൊ ആ താബോറിൽ വെച്ച് രൂപാന്തരീകരണം സംഭവിച്ചു കഴിഞ്ഞപ്പോ ശിഷ്യന്മാര് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളാണ്. മനുഷ്യപുത്രൻ മരിച്ചവരിൽ ഉയർക്കണം എന്ന് രൂപാന്തരണ മലയിൽ വെച്ച് യേശു പറഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ച്
അവര് എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അവർക്ക് യാതൊരു ഊഹവും കിട്ടുന്നില്ല രണ്ടാമത്തെ യേശുവിന്റെ പുനരുദ്ധാനത്തെ പറ്റി. അവര് തന്നെയാണ് കർത്താവിന്റെ ഉദ്ധാനം സംശയഗതമായി സഭയിൽ ആദ്യകാലങ്ങളിൽ പ്രഘോഷിച്ചിരുന്നത് എന്നുള്ളത് ഒരു കാര്യം, ഒരു മറ്റൊരു സൂചനയാണ്. അതോടൊപ്പം പറഞ്ഞു പോകേണ്ട കാര്യം, ഈ യഹൂദന്മാർക്ക് ശിഷ്യന്മാർക്ക് കുരിശ് എത്രമാത്രം ചരിത്ര യാഥാർത്ഥ്യമായിരുന്നു, അത്രമാത്രം ഉയർപ്പും യാഥാർത്ഥ്യമായി. ഇവിടെ പറയുന്നത് കാര്യം ഇതാണ്: ശിഷ്യന്മാർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതുമല്ല കർത്താവിന്റെ ഉയർപ്പിനെ പറ്റിയുള്ള വാർത്ത. ഭക്തസ്ത്രീകൾ വന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചതുമില്ല. കർത്താവിന്റെ ഉദ്ധാനം തോമാസിയ തന്നെ അത് സംശയിക്കുന്നതൊക്കെ അവിടെ നമുക്കറിയാം. പക്ഷെ പിന്നെ എന്തുകൊണ്ട് ഈ ശിഷ്യന്മാര് ഇത്രയും ശക്തിയോടെ, കാരണം അന്ന് ഒരു മുൻ സംഭവം ഉണ്ടായിട്ടുള്ള ഒരു മുൻ ഉദാഹരണമില്ല. ആസറിനെ വീർപ്പിച്ചതും ഒരു പെൺകുട്ടിയെ വീർപ്പിച്ചതല്ല, അവർ പിന്നെ മരിച്ചുപോയി. അത് സാധുവായതോടെ ആരും താരതമ്യം ചെയ്യാൻ പറ്റിയല്ല. യേശുവിന്റെ ഉദ്ധാനം അതിന് സമാനമായ വേറെ ഒരിക്കലും ഒന്നും ഉണ്ടായിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ട് ശിഷ്യന്മാരിങ്ങനെ ഇത് എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യും, ശ്രോതാക്കളെ ക്വസ്റ്റ്യൻ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എന്തുകൊണ്ട് അവര് ഇങ്ങനെ ഒട്ടും അണിവിടെ വ്യതിചലിക്കാതെ കർത്താവിന്റെ ഉയർപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടതാണ്. പത്രോസിന്റെ 5 പ്രസംഗവും പൗലോസിന്റെ 7 പ്രസംഗത്തിൽ 5ഉം കർത്താവിന്റെ ഉദ്ധാനത്തെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു നമ്മൾ കാണുകയുണ്ടായി. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അതിന് ഒരു വിശദീകരണം തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: അവരുടെ എല്ലാ സംശയങ്ങൾക്കും അതീതമായ ശിഷ്യന്മാർക്ക് ഉദ്ധാനം അനുഭവിച്ചറിയാൻ സാധിച്ചു. തങ്ങളെ തന്നെ കീഴടക്കി കളഞ്ഞ ഒരു യഥാർത്ഥ സംഭവമായിരുന്നു. ശിഷ്യന്മാർക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്തതാണെങ്കിൽ തന്നെയും അവരുടെ ജീവിതത്തെ അടിമുടി സ്വാധീനിച്ച ഒന്നായി തീർന്ന യേശുവിന്റെ ഉദ്ധാനം. അതുകൊണ്ടാണ് അവർക്ക് വിശ്വസിക്കാനോ ഏറ്റുപറയാനോ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ആ രഹസ്യം അത്ര ശക്തിയോടെ സഭയിൽ ഒരു പ്രഘോഷിച്ചിരുന്നത്. ഇനി നമ്മൾ കാണുന്ന ഒരു കാര്യം, ഉദ്ധിതനായ യേശുവിന്റെ ഉദ്ധാന ശേഷമുള്ള അവിടുത്തെ മാനുഷിക അവസ്ഥ എന്തായിരുന്നു എന്നാണ്. കുറച്ച് ആഴത്തിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് ലാസറിന്റെ ഉയർപ്പും ജായറൂസിന്റെ മകളെ ഉയർപ്പിച്ചതും ന്യായം ബിസവയുടെ മകനെ ഉയർപ്പിച്ചതും, അത് അങ്ങനത്തെ 3 സംഭവങ്ങൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഈശോ ഉയർപ്പിച്ചതാണ്, പത്രോസ് ഉയർപ്പിക്കുന്നുണ്ട്. പക്ഷെ അതും യേശുവിന്റെ പുനരുദ്ധാനം തമ്മിൽ സത്താപരമായ വ്യത്യാസമുണ്ട് ആണ് ഈ പറയാൻ പോകുന്നത്. മൃതശരീരത്തിന്റെ പുനരുജ്ജീവനത്തിൽ നിന്ന് സത്താപരമായി വ്യത്യസ്തമാണ് യേശുവിന്റെ ഉദ്ധിത ശരീരത്തിന്റെ അവസ്ഥ. ലാസറിനെ ഉയർത്തു കഴിഞ്ഞപ്പോൾ ലാസറിന്റെ ശരീരത്തിന്റെ അവസ്ഥയും അല്ലെ മറ്റുദാഹരണങ്ങൾ പറയാം. യേശുവിന്റെ ഉയർത്ത ശരീരത്തിന്റെ അവസ്ഥ തമ്മിൽ രാവുകൾ വ്യത്യാസമുണ്ട്. മതബോധ ഗ്രന്ഥം തന്നെ ഔദ്യോഗികമായിട്ട് അത് വിശദീകരിക്കുന്നത് 646 ഖണ്ഡികയിലാണ്. മതബോധ ഗ്രന്ഥം 646. തന്റെ ഉയർപ്പിന് മുമ്പ് ജായിറൂസിന്റെ മകളെയും ന്യായിമിലെ യുവാവിനെയും ലാസറിനെയും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച സംഭവങ്ങൾ എന്ന പോലെ ഭൂമിയിലെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവായിരുന്നില്ല ക്രിസ്തുവിന്റെ ഉത്ഥാനം. അപ്പോൾ അവർ 3 പേരുടെയും ഭൂമിയിലെ ഭൗമിക ജീവിതത്തിലേക്ക് തിരിച്ചുവരവായിരുന്നെങ്കിൽ യേശുവിന്റെ ഉത്ഥാനം അങ്ങനെയല്ല. അവർ യേശു ശക്തിയാൽ സാധാരണ ഭൗതിക ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അവർ വീണ്ടും മരിച്ചു. ക്രിസ്തുവിന്റെ ഉത്ഥാനം സത്താപരമായി വ്യത്യസ്തമാണ്. അപ്പോൾ യേശുവിന്റെ തിരുവുത്ഥാനം യേശു ഉയർപ്പിച്ച മറ്റുള്ളവരുടെ ഉയർപ്പിനെ ഒന്ന് വ്യത്യസ്തമാണെന്ന് പറയാൻ എന്താണെന്ന് ഒന്ന് വ്യക്തമാക്കാൻ പോവുകയാണ്. അത് ശ്രദ്ധയോടെ മനസ്സിലാക്കാം. ഒന്നുകൂടെ പറയാം. 646 പറഞ്ഞ ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ ഉത്ഥാനം സത്താപരമായി
വ്യത്യസ്തമാണ്. ലാസറിന്റെയോ വിധവയുടെയോ മറ്റേ ജായിറോസിന്റെ മകളുടെയോ അതിന് വ്യത്യസ്തമാണ്. സത്താപരമായ വാക്ക് പ്രധാനപ്പെട്ടതാണ്. സത്താപരമായ, സബ്സ്റ്റാൻഷ്യലി ഡിഫറെന്റ് എന്നാണ്. അതെന്താണെന്ന് 646 ഖണ്ഡികയിൽ വിശദീകരിക്കുന്നുണ്ട്. ഉത്ഥാനം ചെയ്ത തന്റെ ശരീരത്തിൽ അവിടുന്ന് മരണത്തിന്റെ അവസ്ഥയിൽ നിന്ന് കാലത്തിനും സ്ഥലത്തിനും അതീതമായ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു. ആ വ്യത്യാസം. ഉയർപ്പിക്കപ്പെട്ട ലാസർ ഭൗമിക ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. എന്നാൽ യേശു ആകട്ടെ കാലത്തിനും സ്ഥലത്തിനും അതീതമായ മറ്റൊരു ജീവിതത്തിലേക്ക്, അത് സ്വർഗീയ ജീവിതം തന്നെയാണ്, ജീവിതത്തിലേക്ക് കടക്കുന്നു. പുനരുത്ഥാനത്തിൽ യേശുവിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞു. മഹത്വപൂർണമായ തന്റെ അവസ്ഥയിൽ അവിടുന്ന് ദൈവിക ജീവനിൽ പങ്കുചേർന്നു. അതുകൊണ്ട് ക്രിസ്തു സ്വർഗീയ മനുഷ്യനാകുന്നുവെന്ന് വിശുദ്ധ പൗലോസിന് പറയാൻ കഴിയും. അപ്പോൾ യേശു ഭൗമിക ജീവിതത്തിലേക്ക്, യേശു മരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഭൗമിക ജീവിതത്തിലേക്കല്ല തിരിച്ചു വന്നത്, മറിച്ച് സ്വർഗീയ ജീവിതത്തിലേക്കാണ് അവിടുന്ന് പ്രവേശിക്കുന്നത്. എടുത്തു പറയുന്നത് ആ വാക്ക്, മഹത്വപൂർണമായ തന്റെ അവസ്ഥയിൽ അവിടുന്ന് ദൈവിക ജീവനിൽ പങ്കുചേർന്നു. ബെനഡിക്ട് പാപ്പായുടെ ജീസസ് ഓഫ് നാസറത്ത് എന്ന ഗ്രന്ഥത്തിൽ 2-ാം വാല്യത്തിൽ അതൊന്നുകൂടെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. തിരുവുത്ഥാനം ഒരു ശവത്തിന്റെ പുനരുജ്ജീവനം എന്ന അത്ഭുതം മാത്രമായിരുന്നെങ്കിൽ അത് നമുക്ക് ഒരു പരിഗണനാ വിഷയമേ അല്ല. ലോകത്തിനോ നമ്മുടെ മാനുഷിക അസ്തിത്വത്തിനോ അതൊരു മാറ്റവും വരുത്തുകയില്ലായിരുന്നു. അത് ശരിയാ. ലാസറിന്റെ ഉയർപ്പ് നമ്മളെ വളരെ എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ജായിറൂസിന്റെ മകളിൽ നമുക്ക് അതൊന്നും ബാധിക്കുന്നില്ല. പക്ഷെ യേശുവിന്റെ ഉയർപ്പ് ലോകത്തെ മുഴുവനും സ്വാധീനിച്ചു. അതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നത്, യേശു ഭൂമിയിലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയല്ലായിരുന്നു ചെയ്തത്, മറിച്ച് കാലത്തിനും സ്ഥലത്തിനും അതീതമായ മറ്റൊരു ജീവിതത്തിലേക്ക്. അതെന്താണ് ആ ജീവിതം? താഴെ പറയുന്നുണ്ട്, ദൈവിക ജീവനിൽ പങ്കുചേരുന്ന അവസ്ഥ ാണ് തിരിച്ചു വന്നത്. ബെനഡിക്ട് പാപ്പ വീണ്ടും പറയുന്നുണ്ട്, അതിന്റെ വിശദീകരണം പറയുന്നുണ്ട്. ജീവൻ വച്ച ഒരു ശവമല്ല അവൻ, ജീവൻ വച്ച ഒരു ശവമല്ല അവൻ, മറിച്ച് ദൈവശക്തിയാൽ നിത്യം ജീവിക്കുന്ന പുതിയൊരു അസ്തിത്വമായി അവൻ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ജീവൻ വച്ച ഒരു ശവമല്ല അവൻ, മറിച്ച് ദൈവശക്തിയാൽ നിത്യം ജീവിക്കുന്ന പുതിയൊരു അസ്തിത്വമായി അവൻ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതേസമയം ഇനി മുതൽ നമ്മുടെ ലോകത്തിന്റെ സ്വന്തമല്ല അവനെങ്കിലും അവൻ നമ്മുടെ ലോകത്ത് സന്നിഹിതനാണ്. അതാണ് കർത്താവ് ഉയർപ്പിച്ച അവർ 3 പേര് മരിച്ചു, പിന്നെ അവരെ പറ്റി ഒന്നും നമുക്കറിയാൻ പാടില്ല. ഈശോ നിത്യം ജീവിക്കുന്ന, ദൈവശക്തിയാൽ നിത്യം ജീവിക്കുന്ന പുതിയൊരു അസ്തിത്വമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ലോകത്തിന്റെ സ്വന്തമല്ല അവൻ, എങ്കിലും നമ്മുടെ ലോകത്ത് അവൻ ഇന്നും സന്നിഹിതനാണ്. ജീസസ് ഈസ് അലൈവ് എന്ന് പറയാൻ കാര്യം അതാണ്. നമ്മൾ സാധാരണ പറയുന്ന ഒരു ചെറിയ വാക്യമാണ് ജീസസ് ഈസ് അലൈവ്, ജീസസ് ഈസ് അലൈവ്. അവൻ ഇന്നും ജീവിക്കുന്നവനാണ് എന്ന് പറയാൻ കാരണം കർത്താവിന്റെ ഉത്ഥാനമാണ്. വീണ്ടും ഒരു വിശദീകരണം കൂടെ അതിനുണ്ട്. ഉദ്ധിതനായ യേശുവിന്റെ സാന്നിധ്യം തികച്ചും ഭൗതികമാണ്, അല്ലെങ്കിൽ ഒരു തോന്നലാന്ന് പറയും. വെറുതെ അവന് ഇപ്പം ദർശനം കാണുന്ന പോലെയാണ്. ഒരു മാതാവിന് ദർശനം കണ്ടു, ഈശോ ദർശനം കണ്ടു, അങ്ങനെയല്ല. അങ്ങനെ പറഞ്ഞ് തെറ്റിപ്പോകും. അതുകൊണ്ട് എടുത്തു പറയാണ്, ഉദ്ധിതനായ യേശുവിന്റെ സാന്നിധ്യം തികച്ചും ഭൗതികമാണ്, എന്നാൽ ഭൗതിക നിയമങ്ങളാൽ ബന്ധിതനല്ല അവൻ. എന്താണ് ഭൗതിക നിയമങ്ങൾ? സ്ഥലകാല സാഹചര്യങ്ങൾക്ക് പരിമിതപ്പെട്ടു പോകും. അതുകൊണ്ടാണ് യേശുവിന് അതായത് മാപ്പാപ്പയുടെ വാക്കുകൾ തന്നെ വായിക്കാം. ഉദ്ധിതനായ യേശുവിന്റെ സാന്നിധ്യം തികച്ചും ഭൗതികമാണ്, എന്നാൽ ഭൗതിക നിയമങ്ങളാൽ ബന്ധിതനല്ല അവൻ. അതേ സ്വത്വം, എന്നാൽ തീർത്തും വ്യത്യസ്തമായ മറ്റൊന്ന്. ഈ അനന്യസാധാരണമായ ദ്വന്ദ്മാനത്തിൽ
ഉദ്ധിതനായ കർത്താവിന്റെ പുതിയ അസ്തിത്വത്തിന്റെ നിഗൂഢ സ്വഭാവം നാം കാണുന്നു. അവൻ അതേ ശരീരമുള്ള മനുഷ്യനാണ്. എന്നാൽ തീർത്തും നവീനമായ ഒരു അസ്തിത്വത്തിലേക്ക് പ്രവേശിച്ച പുതിയ മനുഷ്യനുമാണ്. അപ്പോ ഇത് സൂക്ഷിച്ച് പറയണം, മനസ്സിലാക്കണം. കർത്താവ് ഉയർത്തപ്പോൾ കർത്താവിന്റെ ശരീരം ഗ്ലോറിഫൈഡ് ബോഡി, മഹത്വപൂർണ്ണ ശരീരം നമ്മൾ പറയാറുണ്ട്. അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് ശരീരം തന്നെയാണ്. അതാ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അവൻ അതേ ശരീരമുള്ള മനുഷ്യനാണ്. അതായത് യേശു മരിക്കുന്നതിന് മുമ്പുള്ള അതേ ശരീരത്തിലാണ് പ്രത്യക്ഷ. അതുകൊണ്ടാണ് തോമാശ്ലീഹായ്ക്ക് മുറിവുകൾ കാണിച്ചു കൊടുക്കുന്നത്. ഇതിനപ്പുറത്തെയും കൈകാലുകളെയും മുറിവുകൾ കാണിച്ചു കൊടുക്കുന്നു. മരിക്കുന്നതിന് മുമ്പുള്ള അതേ മനുഷ്യൻ തന്നെയാണ്. ഇവിടെ എടുത്തു പറയുന്നത് ഇങ്ങനെയാണ്: അവൻ അതേ ശരീരമുള്ള മനുഷ്യനാണ്, എന്നാൽ തീർത്തും നവീനമായ ഒരസ്തിത്വത്തിലേക്ക് പ്രവേശിച്ച പുതിയ മനുഷ്യനുമാണ്. ഇത് പറയുമ്പോൾ ഇച്ചിരി അവ്യക്തത നമുക്ക് തോന്നുന്നുണ്ടാകും. അത് ഈ നേരത്തെ പറഞ്ഞില്ല, ഈ പിതാവിന്റെ രഹസ്യത്തിലേക്കുള്ള യേശുവിന്റെ പ്രവേശനമാണ് ഉദ്ധാനം എന്ന നിലയിൽ അതിനൊരു നിഗൂഢ സ്വഭാവമുണ്ട്. അത് ഒന്നേധികം 1 എന്ന് പറയുന്ന പോലെ പറഞ്ഞ് അവതരിപ്പിക്കാൻ പ്രയാസമാണ്, മനസ്സിലാക്കാനും വിഷമം തന്നെയാണ്. അതുകൊണ്ടാണ് ബെനഡിക്ട് പാപ്പായാണ് ഇതിന് നല്ല വിശദീകരണം തന്നിരിക്കുന്നത്. അവൻ അതേ ശരീരമുള്ള മനുഷ്യനാണ്, എന്നാൽ തീർത്തും നവീനമായ ഒരസ്തിത്വത്തിലേക്ക് പ്രവേശിച്ച പുതിയ മനുഷ്യനുമാണ്. ഇതേപ്പറ്റി തിരുസഭയുടെ ബെനഡിക്ട് പാപ്പായുടെ ജീസസ് ഓഫ് നാസറത്ത് എന്ന ഗ്രന്ഥത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നത് ശ്രദ്ധേയമാണ്. ഇതിങ്ങനെയാണ്: മരണത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമായ ഇഹലോക ജീവിതത്തിലേക്കല്ല യേശു ഉദ്ധാനം വഴി തിരിച്ചു വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മരണത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമായ ഇഹലോകത്തെ ജീവിതത്തിലേക്കല്ല യേശു ഉദ്ധാനം വഴി തിരിച്ചു വന്നത്, മറിച്ച് മരണത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്തതും അപ്രാപ്യവുമായ ഒരു ദിവ്യ കൂട്ടായ്മയിൽ ദൈവത്തോട് ഒന്നിച്ചുള്ള ഒരു പുതിയ അസ്തിത്വത്തിൽ അവൻ ജീവിക്കുന്നു എന്നത് ഒരു വശം. മറുവശത്ത് ഉദ്ധിതനായ കർത്താവുമായുള്ള കൂടിക്കാഴ്ചകൾ വെറും ആന്തരിക അനുഭവങ്ങളോ യോഗാത്മക അനുഭവങ്ങളോ അല്ല, പുതിയൊരു ശാരീരിക രൂപത്തിലായിരിക്കുന്ന, എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യുന്ന ജീവിക്കുന്നവനായ ഒരുവനുമായുള്ള യഥാർത്ഥ കൂടിക്കാഴ്ചകളായിരുന്നു അത്. വായിച്ചത് ഒന്നുകൂടെ പറയാൻ ശ്രമിക്കാം. അതായത് നമുക്കറിയാം, ഈശോ പരിശുദ്ധ ത്രിത്വത്തിലെ ഒരുവനാണല്ലോ. ദൈവം എന്ന് പറയുന്നത് ഒരാളല്ല, 3 ആളുകൾ ചേർന്നൊരു കൂട്ടായ്മയാണ്. അപ്പോ ഇവിടെ എടുത്തു പറയുകയാണ്, മരണത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്തതും അപ്രാപ്യവുമായ ഒരു ദിവ്യ കൂട്ടായ്മയിൽ ദൈവത്തോട് ഒന്നിച്ചുള്ള ഒരു പുതിയ അസ്തിത്വത്തിൽ അവൻ ജീവിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഈശോ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിലേക്കാണ് പ്രവേശിക്കുന്നത്. അത് ഒരു വശമാണ്. മറുവശം എന്താണ്? ശരീരത്തിൽ തന്നെ അവൻ പ്രത്യക്ഷപ്പെട്ടു. ശിഷ്യന്മാര് കണ്ടത് ശരീരത്തിൽ തന്നെയാണ്, ഒരു ഭൂതത്തെ അല്ല, ഒരു ഭാവനയല്ല, ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് അല്ല, ഒരു ആന്തരികമായ ചിന്തയല്ല. യഥാർത്ഥത്തിൽ അവർ കണ്ടു. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരു കാര്യം പറയുമ്പോൾ കുറച്ച് വേഗം എളുപ്പം കിട്ടിയേക്കും. യേശു ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അത് സംശയമില്ലാത്തതാണല്ലോ. യേശു പൂർണ്ണ ദൈവമാണ്, അതേസമയം പൂർണ്ണ മനുഷ്യനുമാണ്. ഇതാണ് യേശുവിനെ പറ്റിയുള്ള 7 സാർവത്രിക സൂനദോസുകളുടെ പടിപടിയായിട്ടുള്ള ഗവേഷണത്തിന്റെ അവസാനത്തെ പോയിന്റ് ഇതാണ്: യേശു ഒരേ സമയം പൂർണ്ണ ദൈവമാണ്, സത്യദൈവമാണ്, അതേസമയം തന്നെ പൂർണ്ണ മനുഷ്യനുമാണ്. ആ ആശയം കൊണ്ട് ഇവിടെ ചേർത്ത് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞത് ഒന്നുകൂടെ മനസ്സിലായേക്കും. എന്നിപ്പോ ബെനഡിക്ട് പാപ്പയുടെ വാക്കുകളാണ് ഞാൻ വായിച്ചത്, ഒന്നുകൂടെ വായിക്കാം. മരണത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമായ ഇഹലോക ജീവിതത്തിലേക്കല്ല യേശു ഉദ്ധാനം ചെയ്ത് തിരിച്ചു വന്നത്, മറിച്ച് മരണത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്തതും അപ്രാപ്യവുമായ ഒരു ദിവ്യ കൂട്ടായ്മയിൽ ദൈവത്തോട് ഒന്നിച്ചുള്ള ഒരു പുതിയ അസ്തിത്വത്തിൽ അവൻ ജീവിക്കുന്നു എന്നത് ഒരു വശം. മറുവശത്ത് ഉദ്ധിതനായ കർത്താവുമായുള്ള കൂടിക്കാഴ്ചകൾ വെറും ആന്തരിക അനുഭവങ്ങളോ യോഗാത്മക അനുഭവങ്ങളോ അല്ല, പുതിയൊരു ശാരീരിക രൂപത്തിലായിരിക്കുന്ന, എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യുന്ന ജീവിക്കുന്നതിനായ ഒരുവനുമായുള്ള യഥാർത്ഥ കൂടിക്കാഴ്ചകളായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ,
കർത്താവിന്റെ സാന്നിധ്യം ഈശോ ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനുമായതുകൊണ്ട് മനുഷ്യത്വത്തിൽ മനുഷ്യ ശരീരത്തിൽ ശിഷ്യന്മാർക്ക് കർത്താവിനെ കാണാൻ പറ്റി. അതേസമയം തന്നെ യേശു തന്റെ പിതാവിന്റെയും തന്റെ പരിശുദ്ധാത്മാവിന്റെയും കൂട്ടായ്മയിൽ, ആ ദൈവിക കൂട്ടായ്മയിൽ വസിക്കുകയും ചെയ്യുന്നു. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ചുരുക്കി പറയാം. 4-5 പോയിന്റ് ആയിട്ട്. ഭൗതിക ജീവിതത്തിലേക്കുള്ള തിരിച്ചു വരവായിരുന്നില്ല യേശുവിന്റെ ഉത്ഥാനം. ആയിരുന്നെങ്കിൽ ജീവന്റെ നിയമങ്ങൾക്ക് വിധേയമായി ഒരിക്കൽ കൂടി അവിടുന്ന് മരിക്കേണ്ടി വന്നേനെ. 2, ഉദ്ധിതനായ യേശു ഒരു ഭൂതമോ പ്രേതാത്മാവോ ആയിരുന്നില്ല. മറ്റു വാക്കുകൾ പറഞ്ഞാൽ അവിടുന്ന് മരണത്തിന്റെ മേഖലയോട് ബന്ധപ്പെട്ടവനല്ല. ജീവിക്കുന്നവരുടെ മണ്ഡലത്തിൽ അവന് സ്വയം വെളിപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. 3, അതേസമയം ഉത്തേജനമായുള്ള സന്ധിക്കലുകൾ ഒരു യോഗാത്മക അനുഭവമല്ല, അതീന്ദ്രിയ അനുഭവവുമല്ല. യോഗാത്മക അനുഭവത്തിൽ മനുഷ്യാത്മാവ് താൽക്കാലികമായി അതിൽ നിന്ന് തന്നെ പുറത്തു കടന്ന് ഉന്നതത്തിലേക്ക് ആവഹിക്കപ്പെടുകയും പിന്നീട് സാധാരണ നിലയിലേക്ക് ആകുകയും ചെയ്തു. ഉദാഹരണം പൗലോസപ്പോസ്തലന്റെ ഉദാഹരണം പറയുന്നു. പൗലോസപ്പോസ്തലൻ പറയുന്നില്ലേ, ഞാൻ സ്വർഗത്തിന്റെ 3-ാം തട്ട് വരെ ഉയർത്തപ്പെട്ടു. അതൊരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ആണ്. അതിന് മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് യോഗാത്മക അനുഭവം, ഒരു ആന്തരികമായ ഒരു കാഴ്ചയാണത്. അത് ഫിസിക്കലായി നടക്കുന്ന കാര്യമല്ല. കർത്താവിന്റെ അങ്ങനെയല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ഉദ്ധിതമായുള്ള സന്ധിക്കലുകൾ ഒരു യോഗാത്മക അനുഭവമല്ല. പൗലോസ്ലീഹ സ്വർഗത്തിന് 3-ാം ലെവൽ വരെ ഉയർന്നപ്പോൾ ദൈവത്തെ കണ്ടു, കണ്ടു. അത് യോഗാത്മക അനുഭവമാണ്. ഇവിടെ ഫിസിക്കലായി സംഭവിച്ചിരിക്കുന്നതാണ്, നേരെ സംഭവിച്ചിരിക്കുകയാണ്. 3-ാം ലോകത്തേക്ക് എടുക്കപ്പെട്ടതുപോലെ ഒരു അതീന്ദ്രിയ അനുഭവം 2 കൊരിന്ത്യർ 12:1-4 പൗലോസ് വിവരിക്കുന്നുണ്ട്. അതൊരു യോഗാത്മക അനുഭവമായിരുന്നു, അതീന്ദ്രിയ അനുഭവം. എന്നാൽ ഡമാസ്കസിലേക്കുള്ള യാത്രയിലാകട്ടെ ഉദ്ധിതനായ യേശുവിനെ നേരിട്ട് കാണുകയായിരുന്നു പൗലോസ്. അതൊരു ചരിത്ര സംഭവമായിരുന്നു, ജീവിക്കുന്ന യേശുവുമായുള്ള കൂടിക്കാഴ്ച. 3-ാമത്തെ പോയിന്റ് പറഞ്ഞ ഇതാണ്, ഈ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്. വിശുദ്ധർക്കെല്ലാം മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കർത്താവിനെ പല രൂപത്തിൽ കർത്താവ് കുരിശ് വന്നിട്ട് പോകുന്നത്, കർത്താവ് മരിക്കുന്നത്, കർത്താവ് ജനിക്കുന്നത്, കർത്താവ് പ്രസംഗിക്കുന്നത്, ഒരു ദൈവിക ഉൾക്കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം, ദർശനം. അതുപോലെയുള്ള പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയാണ് ഉണ്ടായത്. എന്നാൽ അതേസമയം പൗലോസിന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നേരിട്ട് കാണുന്നുണ്ട്. രണ്ടും വ്യത്യാസമുണ്ട്. ഡമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ പൗലോസ് ഉയർത്ത കർത്താവ് നേരിട്ട് കാണുക തന്നെ ചെയ്തു, അവന്റെ സ്വരം കേൾക്കുകയും ചെയ്തു. എന്നാൽ ആ പൗലോസിന്റെ മറ്റൊരു അനുഭവം വെളിപാടുകളുടെ ആധിക്യം എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഭാഗത്ത് അദ്ദേഹം 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടു എന്ന് പറയുന്നത് യോഗാത്മക ഒരു അനുഭവമായിരുന്നു. യേശുവിന്റെ ഉത്ഥാനം ചുരുക്കി പറഞ്ഞാൽ യോഗാത്മക അനുഭവമല്ല. യേശു ഉയർത്തത് നേരിട്ട് കാണുകയാണ് മനുഷ്യർ ചെയ്തിരിക്കുന്നത്. 4-ാമത്തെ ഒരു ഇത് അദ്ദേഹം ബെനഡിക്ട് പ്രത്യേകമായ ഒരു പദശൈലിയാണ്. അത് ഞാൻ അതേപടി വായിക്കാം. ചരിത്രത്തിന് ചക്രവാളങ്ങൾ പൊട്ടിപ്പിളർത്തി ഉല്ലംഘിക്കുകയും ചരിത്രത്തിന് അതീതമാകുകയും ചെയ്ത ചരിത്രപരമായ സംഭവമാണ് ഉത്ഥാനം. ചരിത്രത്തിന് അപ്പുറത്തേക്ക് വിരൽ ചൂണ്ടുന്ന യേശുവിന്റെ ഉത്ഥാനം ചരിത്രത്തിനുള്ളിൽ തന്നെ അതിന്റെ പാദമുദ്ര പതിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സംഭവം സ്ഥിരീകരിക്കാൻ സാക്ഷികൾക്ക് കഴിഞ്ഞത്. അപ്പോൾ മനുഷ്യ ചരിത്രത്തിന്, ലോക ചരിത്രത്തിന് ചരിത്ര സംഭവങ്ങൾ പറയാറില്ലേ, ഇന്ന വർഷം ഇന്ന സംഭവിച്ചു, ഇന്ന വർഷം ഇന്ന സംഭവിച്ചു, അങ്ങനെ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് എന്ന് പറയുന്നത് അതുപോലെ ഒന്നല്ല ഇത്. അതിനേക്കാൾ ഉല്ലംഘിക്കുന്നതാണ്. അതിന്റെ മാർപ്പാപ്പയുടെ വാക്ക് തന്നെ പറയുന്നതാണ് നല്ലതൊന്നും പറയാൻ. ഞാൻ ചരിത്രത്തിന് ചക്രവാളങ്ങൾ പൊട്ടി പിളർത്തി ഉല്ലംഘിക്കുകയും ചരിത്രത്തിന് അതീതമാകുകയും ചെയ്ത ചരിത്രപരമായ സംഭവമാണ് ഉത്ഥാനം. ചരിത്രത്തിന് അപ്പുറത്തേക്ക് വിരൽ ചൂണ്ടുന്ന യേശുവിന്റെ ഉത്ഥാനം ചരിത്രത്തിനുള്ളിൽ തന്നെ അതിന്റെ പാദമുദ്ര. അപ്പൊ ഇവിടെയും മാർപ്പാപ്പ പറയാൻ ശ്രമിക്കുന്നത് ക്രിസ്തുവിന്റെ ഉത്ഥാനം ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അതിന് ഈ പറയുന്ന നിഗൂഢാത്മകമായ ഒരു മാനമുണ്ട്. അത് പിതാവായ ദൈവവുമായുള്ള രഹസ്യത്തിൽ യേശു പ്രവേശിക്കുന്നതായതുകൊണ്ട് നമുക്ക് മാനുഷിക ഭാഷയിൽ അത് വിവരിക്കാനോ വർണ്ണിക്കാനോ സാധിക്കുകയില്ല. ആ ഒരു ലിമിറ്റേഷൻ എന്തായാലും ഇവിടെ ഉണ്ട്.
അഞ്ചാമതായിട്ട് പറയാനുള്ളത് പോയിന്റ്, ഉദ്ധാനം നമുക്ക് ജീവന്റെ പുതിയ നാളങ്ങൾ വിടർത്തുന്ന മനുഷ്യ അസ്തിത്വത്തിന് പുതിയ ചക്രവാളം തുറന്നിടുന്ന പരിണാമ ശൃംഖലയിലെ ഒരു കുതിപ്പിന് സമമാണെന്ന് പറയാം. മനുഷ്യന്റെ ഉണ്മയെ തന്നെ സ്പർശിക്കുന്നതും എല്ലാവരെയും ബാധിക്കുന്ന പുതിയ ചക്രവാളങ്ങൾ തുറന്നിടുന്നതുമായ ഒരു ജീവിതത്തിന്റെ ഒരു ചാട്ടം. ബെനഡിക്ട് പാപ്പയുടെ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കുന്നതാണ്. സ്വത്വത്തിന്റെ ഒരു വൻ കുതിപ്പ്, അതിലൂടെ ജീവന് പുതിയ ഇടം സൃഷ്ടിക്കപ്പെട്ടു, ദൈവവുമായി ഒന്നായി തീർന്നതാണ് ആ പുതിയ ഇടം. മനസ്സിലാക്കാൻ കുറച്ച് കട്ടിയുള്ള ഭാഷയാണത്, എങ്കിലും എനിക്ക് മനസ്സിലായത് ഞാൻ പറയാണ്. കർത്താവിന്റെ ഉയർപ്പോട് കൂടി നമുക്കെല്ലാവർക്കും ഈ ഭൗമിക ലോകത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തിലേക്ക് ഒരു പ്രവേശനം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നേരത്തെ ഒരു ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നു, ശിരസും അവയവങ്ങളും. ശിരസ് ഈശോ, നമ്മളെ അവയവങ്ങൾ. അതുകൊണ്ട് ശിരസ് ഉത്ഥാനം ചെയ്തതുപോലെ തന്നെ ആ ശിരസിന്റെ മറ്റവയവങ്ങളായ വിശ്വാസികൾക്കും ഉദ്ധാനത്തിന്റെ ഭാഗ്യം ലഭിക്കും. അതുപോലെ സപ്പസൻ എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ് ഇവിടെ. ഇതാണ് പറയുന്നത്, മനുഷ്യന്റെ ഉണ്മയെ തന്നെ സ്പർശിക്കുന്നതും എല്ലാവരെയും ബാധിക്കുന്ന പുതിയ ചക്രവാളങ്ങൾ തുറന്നിടുന്നതുമായ ഒരു ജീവിതത്തിന്റെ ഒരു ചാട്ടം, സ്വത്വത്തിന്റെ ഒരു വൻകുതിപ്പ്. അതിലൂടെ ജീവന് പുതിയ ഇടം, സ്പേസ് സൃഷ്ടിക്കപ്പെട്ടു, ദൈവവുമായി ഒന്നായി തീരുന്നതാണ് ആ പുതിയ ഇടം. അപ്പോ ക്രിസ്തുവിന്റെ ഉയർപ്പോട് നമ്മൾ പറഞ്ഞാൽ, ക്രിസ്തു ഉയർത്തപ്പോൾ ഭൂമിയിലെ ജീവിതത്തിൽ തിരിച്ചു വരുന്നതിന് പകരം ദൈവിക കൂട്ടായ്മയിലേക്ക് ചേരുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കും കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ ഒരു ഉയർപ്പുണ്ട്. ആ ഉയർപ്പ് എങ്ങോട്ടുള്ള പോക്കാണ്? ഒരു പുതിയ ഇടത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ആ പുതിയ ഇടം തീർച്ചയായും ദൈവിക ജീവനുള്ള പങ്കാളിത്തമാണ്. നമ്മുടെ കുർബാനയില് കുദാശകർമ്മത്തിന് ശേഷം കാർമിക നടത്തുന്ന പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപ്പതിച്ച് പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ജീവിപ്പിക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ നമ്മളും ക്രിസ്തു ആ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിലേക്ക് പ്രവേശിച്ചതുപോലെ നമ്മളും ആ ത്രിത്വിക ദൈവത്തിന്റെ ഫാമിലിയിലേക്ക്, കൂട്ടായ്മയിലേക്ക് നമ്മളും പ്രവേശിക്കും ഉദ്ധാനത്തിലൂടെ ആണ് അതിന്റെ അർത്ഥം. അത് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ചില കാര്യങ്ങൾ കുറെ പറയാനുണ്ടായിരുന്നു, പക്ഷെ അതിപ്പം തീരുന്ന ലക്ഷണമില്ല. ഇപ്പോൾ ഇനി 10 മിനിറ്റ് ഉണ്ടെന്ന് പറയാൻ ശ്രമിക്കാം. യേശുവിന്റെ ഉത്ഥാനം നമ്മുടെ വിശ്വാസം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ, യേശുവിന്റെ ഉത്ഥാനത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. യേശു ആരാണ് എന്നതിന്റെ പൂർണ്ണമായ വെളിപ്പെടുത്തലാണ് തിരുവുത്ഥാനം. ലോക സൃഷ്ടിക്ക് മുമ്പ് പിതാവിനുടെ കൂടെ യേശുവിനുണ്ടായിരുന്ന മഹത്വം അവിടുത്തെ ഭൗമിക ജീവിതകാലത്ത് നിഗൂഢമാമിതം മറയ്ക്കപ്പെട്ടിരുന്നു. എന്നാൽ പുനരുദ്ധാനത്തിൽ ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നുവെന്ന് വെളിപ്പെടുത്തപ്പെട്ടു. ഉദ്ധിതനായ സമയത്ത് മാത്രമല്ല, ഭൗമിക ജീവിതകാലം മുഴുവനും യേശു പിതാവിന് തുല്യനായ മഹത്വമുള്ളവനാണെന്ന് വ്യക്തമാക്കിയ സംഭവമാണ് അവിടുത്തെ ഉത്ഥാനം. അപ്പോ ഉത്ഥാനത്തിലൂടെ യേശു ആരാണെന്ന് ശിഷ്യന്മാര് പോയി ചോദിക്കുന്ന കാണുന്നുണ്ട് സുവിശേഷങ്ങളിൽ. യേശു വഞ്ചിയിലിരുന്ന് കാറ്റിനെ ശാന്തമാക്കി, കടലിനെ ശാന്തമാക്കി. ശിഷ്യന്മാരിലുണ്ട്, ഇവരാരാണ്? ആ ചോദ്യം എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ യേശുവിന്റെ ഉത്ഥാനത്തോടെ യേശു ആരാണെന്ന് വ്യക്തമാക്കപ്പെട്ടു. ലോക സൃഷ്ടിക്ക് മുമ്പ് പിതാവിനുടെ കൂടെ യേശുവിനുണ്ടായിരുന്ന മഹത്വം അവിടുത്തെ ഭൗമിക ജീവിതകാലത്ത് നിഗൂഢമാവിധം മറയ്ക്കപ്പെട്ടിരുന്നു. എന്നാൽ പുനരുദ്ധാനത്തിൽ ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തപ്പെട്ടു. ഉദ്ധിതനായ സമയത്ത് മാത്രമല്ല, ഭൗമിക ജീവിതകാലം മുഴുവനും യേശു പിതാവിന് തുല്യമായ മഹത്വമുള്ളവനാണെന്ന് വ്യക്തമാക്കിയ സംഭവമാണ് അവിടുത്തെ ഉത്ഥാനം. നേരെ മറ്റു യേശു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ, മരിച്ച് കലറിൽ അടക്കപ്പെട്ടതെല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ അവൻ ദൈവമാണെന്ന്
പറയാൻ സാധിക്കുമായിരുന്നില്ല. ഇനി പറയാൻ പോകുന്നത് അതുകൂടെ വളരെ പ്രധാനപ്പെട്ടത് അത്യാവശ്യമായിട്ട് പറയണം. അത് ഈ ഉയർപ്പിന്റെ, കർത്താവിന്റെ ഉയർപ്പിന്റെ പോയിന്റ് എന്താണ് അതിന്റെ അന്തസത്ത? നമുക്ക് എങ്ങനെയാ അത് മനസ്സിലാക്കാൻ പറ്റുന്നത്? അത് സഭാപിതാക്കന്മാർ, ഫാദേഴ്സ് ഓഫ് ദ ചർച്ച്, അവർ പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. ക്രിസ്തുവിലെ ദൈവിക ബുക്കുകളിലുള്ളവർക്ക് ഇത് അടിവരയിട്ടാൻ തെറ്റില്ല. ക്രിസ്തുവിലെ ദൈവിക വ്യക്തി അവിടുത്തെ ആത്മാവും ശരീരവുമായി ഐക്യപ്പെട്ടിരുന്നുവെന്നും മരണം വഴി അവ തമ്മിൽ വേർപെട്ടപ്പോൾ പോലും അപ്രകാരമായിരുന്നുവെന്നുമുള്ള വീക്ഷണത്തിൽ അടിയുറച്ചതാണ് പുനരുത്ഥാനത്തെ പറ്റിയുള്ള സഭാപിതാക്കന്മാരുടെ വിശദീകരണം. ഒന്നുകൂടെ വായിക്കാം. ക്രിസ്തുവിലെ ദൈവിക വ്യക്തി, ഇത് പറയുമ്പോൾ ഓർക്കണം, ക്രിസ്തുവിൽ ദൈവപ്രകൃതിയുമുണ്ട്, മനുഷ്യപ്രകൃതിയുമുണ്ട്. ദൈവ സ്വഭാവമുണ്ട്, മനുഷ്യ സ്വഭാവമുണ്ട്. പക്ഷെ ക്രിസ്തുവിന്റെ വ്യക്തിത്വം ഒന്നേ ഉള്ളൂ, ദൈവിക വ്യക്തിയാണ്. അപ്പൊ ദൈവിക വ്യക്തിയാണ് യേശു. കാരണം ത്രിത്വത്തിലെ ഒരുവനായതുകൊണ്ട് യേശു ദൈവിക വ്യക്തിയാണ്, മനുഷ്യ വ്യക്തിയല്ല. ആ ദൈവിക വ്യക്തിയായ യേശു, ക്രിസ്തുവിന്റെ ദൈവിക വ്യക്തി അവിടുത്തെ ആത്മാവ് ശരീരവും ഐക്യപ്പെട്ടിരുന്നുവെന്നും മരണം വഴി അവ തമ്മിൽ വേർപെട്ടപ്പോൾ പോലും അപ്രകാരമായിരുന്നുവെന്നുമുള്ള വീക്ഷണത്തിൽ അടിയുറച്ചതാണ് സഭാപിതാക്കന്മാരുടെ ഉത്ഥാനത്തെ പറ്റിയുള്ള വിശദീകരണം. വ്യതിരിക്തമായും വേർപെട്ടു നിന്നിരുന്ന രണ്ട് മാനുഷിക ഘടകങ്ങളിൽ ഓരോന്നിലും സന്നിഹിതമായിരിക്കുന്ന ദൈവിക പ്രകൃതിയുടെ ഐക്യം വഴി അവ വീണ്ടും ഒരുമിച്ച് ചേർന്ന് സംയോജിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ സംയോജിപ്പിക്കപ്പെട്ട ഭാഗങ്ങളുടെ വിഭജനത്തിലൂടെ മരണവും വിഭജിക്കപ്പെട്ട ഭാഗങ്ങളുടെ സംയോജിപ്പിക്കലിലൂടെ പുനരുത്ഥാനവും സംബന്ധിച്ച് കത്തോലിക്ക സഭയുടെ മതഭംഗത്തിലെ 650 ഖണ്ഡികയിലെ ഔദ്യോഗിക പ്രഖ്യാപനമാണ്. അത് ഒന്നുകൂടെ വായിക്കാൻ ഞാൻ മനസ്സിലാക്കാൻ പറ്റും, നോക്കുക. സഭാപിതാക്കന്മാർ പുനരുത്ഥാനത്തെ പറ്റി ചിന്തിക്കുന്നത് ക്രിസ്തുവിലെ ദൈവിക വ്യക്തി അവിടുത്തെ ആത്മാവ് ശരീരവുമായി ഐക്യപ്പെട്ടിരുന്നുവെന്നും, അതായത് ക്രിസ്തുവിന് അവൻ ദൈവ വ്യക്തിയാണെങ്കിൽ അവിടത്തേക്ക് അവിടുന്ന് മനുഷ്യത്വം സ്വീകരിച്ചപ്പോൾ ഒരു മാനുഷിക ആത്മാവും ഒരു മനുഷ്യ ശരീരവും സ്വീകരിച്ചല്ലോ. അപ്പൊ ക്രിസ്തുവിലെ ദൈവിക വ്യക്തി അവിടുത്തെ മാനുഷിക ആത്മാവും ശരീരവും ഐക്യപ്പെട്ടിരുന്നുവെന്നും മരണം വഴി അവ തമ്മിൽ വേർപെട്ടപ്പോൾ, മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവ് ശരീരം നമ്മളെ വേർപെടലാണ്. അപ്പൊ യേശു മരിച്ചപ്പോൾ യേശുവിന്റെ ആത്മാവ് ശരീരം വേർപെട്ടു. എങ്കിലും ഈ വേർപെട്ട ആത്മാവും ശരീരം തമ്മിൽ ബന്ധം നഷ്ടപ്പെട്ടു പോയെങ്കിലും യേശുവിലെ ദൈവിക വ്യക്തിക്ക് ഈ ആത്മാവുമായിട്ടും ഈ ശരീരവുമായിട്ടും ബന്ധം അപ്പോഴും ഉണ്ട്. പറഞ്ഞു വരുന്നത് ഉണ്ടോ? ക്രിസ്തുവിലെ ദൈവിക വ്യക്തി അവിടുത്തെ ആത്മാവ് ശരീരവുമായി ഐക്യപ്പെട്ടിരുന്നുവെന്നും മരണം വഴി അവ തമ്മിൽ വേർപെട്ടപ്പോൾ പോലും അപ്രകാരമായിരുന്നുവെന്നുമുള്ള വീക്ഷണത്തിൽ അടിയുറച്ചതാണ്. വ്യതിരിക്തമായും വേർപെട്ട് നിലനിന്നിരുന്ന രണ്ട് മാനുഷിക ഘടകങ്ങളിൽ, ഏതൊക്കെയാണ് മാനുഷിക ഘടകങ്ങൾ? ആത്മാവ് ശരീരവും. വ്യതിരിക്തമായും വേർപെട്ട് നിന്നിരുന്ന രണ്ട് മാനുഷിക ഘടകങ്ങളിൽ ഓരോന്നിലും സന്നിഹിതമായിരിക്കുന്ന ദൈവിക പ്രകൃതിയുടെ ഐക്യം വഴി അവ വീണ്ടും ഒരുമിച്ച് ചേർന്ന് സംയോജിക്കപ്പെടുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിന്റെ അന്തസത്ത അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് ഈശോ ദൈവിക വ്യക്തിയാണ്, അവിടത്തേക്ക് മാനുഷിക ആത്മാവുമുണ്ട്, മാനുഷിക ശരീരവുമുണ്ട്. യേശു മരിച്ചപ്പോൾ യേശുവിന്റെ ആത്മാവ് ശരീരം വേർപെട്ടു പോയി. പക്ഷെ യേശുവിന്റെ ആ ദൈവിക വ്യക്തി ഇത് രണ്ടുമായിട്ട് അപ്പോഴും യോജിച്ചാണ് നിൽക്കുന്നത്. യേശുവിലെ ദൈവിക വ്യക്തി യേശുവിന്റെ ആത്മാവുമായിട്ടും ബന്ധപ്പെട്ടിട്ടില്ല, ശരീരമായിട്ടും ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ്, അക്കാരണത്താലാണ് ശരീരവും ആത്മാവും മരണത്തോടെ വേർപെട്ടെങ്കിലും ഉത്ഥാനത്തിൽ ശരീരത്തോട് ഉയർക്കാൻ സാധിച്ചത്. ഒന്നുകൂടെ വായിക്കാം. വ്യതിരിക്തമായും വേർപെട്ട് നിലനിന്നിരുന്ന രണ്ട് മാനുഷിക ഘടകങ്ങളിൽ ഓരോന്നിലും സന്നിഹിതമായിരിക്കുന്ന ദൈവിക പ്രകൃതിയുടെ ഐക്യം വഴി അവ വീണ്ടും ഒരുമിച്ച് ചേർന്ന് സംയോജിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ സംയോജിപ്പിക്കപ്പെട്ട ഭാഗങ്ങളുടെ വിഭജനത്തിലൂടെ മരണവും, യേശുവിന് മരണം സംഭവിച്ചപ്പോൾ എന്താ ഉണ്ടായത്? ആത്മാവ് ശരീരവും തമ്മിൽ ബന്ധം വിട്ടത് മരണമാണ്. വിഭജിക്കപ്പെട്ട ഭാഗങ്ങളുടെ സംയോജിപ്പിക്കലിലൂടെ, അതായത് മരണത്തോടെ ഉണ്ടായിപ്പോയ ശരീരവും ആത്മാവും യേശുവിന്റെ ദൈവിക വ്യക്തിത്വം മൂലം ഒന്നിച്ചു ചേർന്നു. അതാണ് പുനരുത്ഥാനം എന്ന് പറഞ്ഞിരിക്കുകയാണ്.
അത്രയും മതിയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതേപ്പറ്റി ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാകും. അത് എന്തോരം പറയാൻ പറ്റും എനിക്കിതിനെ അറിയാൻ പാടില്ല. ശ്രമിച്ചു നോക്കാം. ഇനി ഒരു അല്പം ഭാഗം കൂടെ ഉണ്ട് ആ വിഷയം തീർക്കാൻ വേണ്ടി. അവിടെ നിൽക്കട്ടെ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ച് വളരെയേറെ പ്രയാസമുള്ളതാണ് മനസ്സിലാക്കിയെടുക്കാൻ. മനസ്സിലായവരൊന്ന് പറയാവോ? മനസ്സിലായവര് എന്താ മനസ്സിലായെന്ന് പറയാവോ? കർത്താവ് ഇപ്പോഴത്തെ പ്രത്യേകിച്ച് അവസാനം പറഞ്ഞ പോയിന്റ്, കർത്താവിന്റെ ഉത്ഥാനം എങ്ങനെയാ സംഭവിച്ചത്, അല്ലാതെ എങ്ങനെ യാഥാർത്ഥ്യമായി എന്ന് സഭാപിതാക്കന്മാർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ. സഭയുടെ പ്രബോധനങ്ങളിൽ പ്രധാനമായിട്ട് സാർവത്രിക സൂനോദോസിൽ വഴിയാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ സഭാപിതാക്കന്മാരാണ് അതിന്റെ ഏറ്റവും വലിയ അതോറിറ്റി. അപ്പൊ ഈ സഭാപിതാക്കന്മാരെന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ. അവർക്ക് ദൈവിക ജ്ഞാനത്തിൽ അസാധാരണമായ സിദ്ധിയും കഴിവുള്ളവരാണ്. അപ്പൊ അവരുടെ പഠനങ്ങളാണ് സഭ എപ്പോഴും, വിശദീകരണമാണ് സഭ എപ്പോഴും ആധികാരികമായി എടുക്കുന്നത്. അപ്പൊ അവരാണ് പറയുന്നത് ഇങ്ങനെ ഒരു വിശദീകരണം. അപ്പൊ അതേപ്പറ്റി നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഇപ്പം പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.